ഹായ്, ബാംഗ്ലൂരാണ്. രാവിലെ ഒരു ചെറിയ പരിപാടിക്ക് പോയിട്ട് വരാം. പോരെ. ഇന്നലെ രാത്രിയാണ് ബാംഗ്ലൂർ എത്തിയത്. ബാംഗ്ലൂർ എത്തി നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. രാവിലെ എണീറ്റ് വിഷ്ണു സാൻ എത്തിയിട്ടുണ്ട്. 7 മണിയാണ് സമയം. നല്ല രാവിലെയാണ് കേട്ടോ. നല്ല തണുപ്പുമുണ്ട് പുറത്ത്. അങ്ങനെ നേരെ പാർക്കിങ്ങിൽ പോയി നോക്കിയപ്പോൾ ഞെട്ടി. നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് ഫുൾ വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ നോർമലി ഇവിടെ ഇത്രയും ഒരു റഷ് കാണുന്നതല്ല. നമ്മൾ റെഗുലറായിട്ട് ഈ ഒരു ഏരിയയിൽ വൈറ്റ് ഫീൽഡിലൊക്കെ ഷൂട്ടിന് വരുന്ന ടൈമിൽ നമ്മളെപ്പോഴും സ്റ്റേ ചെയ്യുന്നത് ഇവിടെയാണ്. അങ്ങനെ നേരെ പോയി ആളെ വിളിച്ചുകൊണ്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പം ഒരു രക്ഷയില്ല, വണ്ടി മാറ്റൽ പോസിബിളേ അല്ല. അങ്ങനെ പിന്നെ നമ്മൾ ഊബറിൽ നിന്ന് പോകാമെന്നാണ് ഡിസൈഡ് ചെയ്തേക്കുന്നത്. അങ്ങനെ ഊബർ ബുക്ക് ചെയ്തപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഊബർ കാണിച്ചിരുന്ന ഒരു 2-3 മിനിറ്റ് സമയത്തിനുള്ളിൽ തന്നെ ഊബർ എത്തിയെന്ന് എനിക്ക് തോന്നുന്നു. വിഷ്ണു പോയി നമ്മുടെ ലഗേജൊക്കെ എടുത്തു, ക്യാമറ കാര്യങ്ങളൊക്കെ എടുത്തു. എന്നിട്ട് വന്ന് നമ്മൾ ഓട്ടോയിൽ കയറി. ഓട്ടോ ആണ് ബുക്ക് ചെയ്ത് കിട്ടിയത്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ആക്ച്വലി ഒരു 1.5-2 കിലോമീറ്ററേ ഉള്ളൂ നമ്മളുടെ ക്ലയൻറ്റിൻ്റെ അടുത്തേക്ക്. ഭാഗ്യം അതല്ലായിരുന്നെങ്കിൽ നമ്മളിന്ന് ഊബറിൽ പോയി ഊപ്പാട് വന്നേനെ. ഇത് വളരെ ചെറിയ ദൂരമേ ഉള്ളൂ, ഇവിടുന്ന് അടുത്താണ്. രാവിലെ നല്ല ക്ലൈമറ്റ്, വളരെ ചെറിയ ശാന്തമായ അന്തരീക്ഷം. ഈ മരങ്ങളാണ് ഇപ്പം ബാംഗ്ലൂരിൻ്റെ ട്രെൻഡ്. ഈ മരങ്ങൾ കാരണം ബാംഗ്ലൂരിന് ഇപ്പം പിങ്ക് സിറ്റി എന്നൊരു പേരും കൂടെ വന്നിരിക്കുകയാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടോ അത് നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ കാണാൻ. നല്ല ക്ലൈമറ്റ്, അടിപൊളി തണുപ്പാണ്. കാറ്റത്ത് ഇങ്ങനെ ഓട്ടോയിലിരുന്ന് പോകുമ്പോഴത്തേക്ക് വിഷ്ണുസാൻ എനിക്ക് തോന്നുന്നു നല്ല തണുത്ത് വിറച്ചിരിക്കുന്നു. അതും കൈക്ക് കിട്ടിയേക്കുന്നുണ്ടോ. ഓക്കെ, അങ്ങനെ നമ്മൾ നമ്മുടെ ക്ലയൻറ്റിൻ്റെ അടുത്തെത്തി. ക്ലയൻറ്റിൻ്റെ പേര് ലോയൽ സിറ്റി എന്നാണ്. ലോയൽ സിറ്റി സൂപ്പർ മാർക്കറ്റാണ്. അങ്ങനെ അവരുടെ ഗോഡൗൺ ഏരിയയിലേക്കാണ് പോയത്. അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് വിളിച്ച് നോക്കിയത് കേട്ടോ. ഞാൻ ആരുമില്ല. ഞാൻ ആക്ച്വലി നല്ല ക്ലയൻറ്റിനെ വിളിച്ചിട്ടുണ്ട്. ക്ലയൻറ്റ് വരും. ഓൾറെഡി നമ്മുടെ യൂഷ്വൽ ഷൂട്ട് നമ്മളിവിടെ ഫിനിഷ് ചെയ്തതാണ്. ലോയൽ സിറ്റിക്ക് അവരുടെ ബേക്കറിക്ക് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവ് പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട്. പ്രൊഡക്ഷൻ നടക്കുന്നത് ഏർലി മോർണിംഗ് ആയതുകൊണ്ടാണ് നമ്മൾ ഇത്ര നേരത്തെ തന്നെ വിഷ്വൽസ് എടുക്കാനായിട്ട് വന്നിട്ടുള്ളത്. ഒരു 1-2 മണിക്കൂറിനുള്ളിൽ ഫിനിഷ് ചെയ്യാമെന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ആൾക്കാരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടു. ഒത്തിരി പേരുണ്ട് അവിടെ വർക്ക് ചെയ്യാനായിട്ട്. ഇവരെല്ലാം രാവിലെ 3 മണി 2 മണി ആ ഒരു ടൈമിലൊക്കെ ഡ്യൂട്ടിക്ക് കയറിയവരാട്ടോ. കാരണം രാവിലെ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവരുടെ ഫ്രഷ് ആയിട്ട് ബേക്ക് ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെ ലോയൽ സിറ്റിയുടെ ഫ്രണ്ടിലുള്ള ബേക്കറി ഉണ്ട്, ബേക്കറിയിൽ വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു 8 മണിക്ക് റെഡിയാക്കാനായിട്ട് ഇവർ ഏർലി മോർണിംഗ് തന്നെ അവരുടെ പരിപാടികളൊക്കെ തുടങ്ങും. എല്ലാവരും നല്ല ഹാർഡ് വർക്കിംഗ് ആട്ടോ. ഇവരൊക്കെ ഏർലി മോർണിംഗ് തുടങ്ങും കേട്ടോ. നല്ല ചൂടത്തൊക്കെ ആയിരിക്കും ഇവരുടെ വർക്ക് കൂടുതലും വരുന്നത്. ബട്ട് ഇവിടുത്തെ ഏറ്റവും വലിയൊരു കാര്യം പറയാനുള്ളത് ഭയങ്കര ഹൈജീനാണ് കേട്ടോ. നല്ല ക്ലീനാണ്. അത്യാവശ്യം നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ട് അവരവിടെ അന്നൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് ഞാൻ ചോദിച്ച് മനസ്സിലാക്കി അവിടുത്തെ സ്റ്റാഫുകളുടെ അടുത്തൊക്കെ. യൂഷ്വലി അവരുടെ ക്ലീനിങ് പ്രൊസീജിയേഴ്സും യൂഷ്വലി അവരുടെ പ്രൊമൈസസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഒരു സിസ്റ്റം ഉണ്ടോയെന്ന് എനിക്ക് തോന്നി. കാരണം പല പ്രൊഡക്ഷൻ യൂണിറ്റുകളിലും ഞങ്ങൾ പോകുമ്പോൾ കാണുന്ന അവസ്ഥ ഭയങ്കര ദയനീയമായിരിക്കും ചില സമയത്തെങ്കിലും. ബട്ട് ഇവിടെ അങ്ങനെ ഒന്നുമില്ല. ഇവരെല്ലാം ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മുടെ കൂടെ കൂടി. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി കേട്ടോ. വീഡിയോ എടുത്തതും അവരുടെ ഫോട്ടോസ് എടുത്ത് കൊടുത്തതും ഒക്കെ. എനിക്കിങ്ങനെയുള്ള പല കാര്യങ്ങളും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ അറിയാനായിട്ട് ഭയങ്കര ത്വരയായിരുന്നു. പക്ഷേ സിറ്റുവേഷൻസ് കിട്ടത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ ഇന്നേ വരെ ചിന്തിച്ചിട്ടില്ലാത്ത പല കാര്യങ്ങളുടെയും പ്രൊഡക്ഷൻ യൂണിറ്റുകൾ വിസിറ്റ് ചെയ്യാൻ എനിക്ക് സിറ്റുവേഷൻ കിട്ടിയിട്ടുണ്ട്. ഇതും അങ്ങനെ തന്നെ കേട്ടോ. പല കാര്യങ്ങളും എനിക്കിവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇതിങ്ങനെയാണല്ലേ ചെയ്യുന്നതെന്നൊക്കെ. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇവരൊക്കെ എൻ്റെ അടുത്ത് യാത്ര പറഞ്ഞ് ഇറങ്ങുമ്പോൾ കാണിക്കുന്ന സ്നേഹമാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ നല്ല സമൂസ കിടന്ന് വെട്ടിത്തിളയ്ക്കുന്ന എണ്ണയിൽ കിടന്ന് കളറൊക്കെ മാറിയിട്ട് ഇങ്ങനെ ബ്യൂട്ടിഫുള്ളായിട്ട് ഇരിപ്പുണ്ട്. നല്ല കൊതി വരുന്ന പരിപാടികളായിരുന്നു. ടേബിൾ മുഴുവൻ നിറച്ച് വെച്ചിരിക്കുന്ന സാധനം കണ്ടില്ലേ, നല്ല അടിപൊളി അടാറ് സാധനങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം കണ്ട് നമ്മുടെ എല്ലാ ആൾക്കാരും ടീം മെമ്പേഴ്സും ഒക്കെ നമ്മുടെ കൂടെ ഇത്രയും നേരം സഹകരിച്ചു. എല്ലാവരോടും യാത്ര പറഞ്ഞ് ലോയൽ സിറ്റിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അറിഞ്ഞുകൂടാത്ത മറ്റൊരു കാര്യം ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയ സന്തോഷം മാത്രമാണ് മനസ്സിലുള്ളത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്